2010 ശേഷം ഇന്ത്യയിലുണ്ടായിട്ടുള്ള വലിയൊരു മൂവ്മെൻ്റാണ് ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ്. അപ്പോൾ അതിനെ നയിച്ചത് നമുക്കെല്ലാം അറിയാം, അണ്ണാ ഹസാരെയായിരുന്നു. IIT നിന്നൊക്കെ പഠിച്ചു പാസ്സായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നിരവധി ആളുകൾ അതിൻ്റെ കൂടെ ചേർന്നിരുന്നു. കൂടാതെ ഇന്ത്യയിലെല്ലാം വളരെ അറിയപ്പെടുന്ന പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്ന അഡ്വക്കേറ്റും അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള അഡ്വക്കേറ്റും പിന്നെ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള നിരവധി ആളുകളും ഒക്കെ, കിരൺ ബേദി പോലെയുള്ള ആളുകളും ഒക്കെ തന്നെ ആ മൂവ്മെൻ്റ് ഒപ്പം നിന്നിരുന്നു. ആ മൂവ്മെൻറ്റ് പക്ഷേ പിന്നീട് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു RSS സംഘപരിവാർ സ്പോൺസേഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ് കൊണ്ടുപിടിച്ച അഴിമതിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. അപ്പോൾ ഒരു ലോക്പാൽ നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയും അതിന് വലിയ ജനശ്രദ്ധ ആകർഷിക്കുകയും ഡൽഹിയിൽ വലിയ സമരങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിന് ശേഷമാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്കറിയുന്നത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് 2012 അപ്പോൾ അത്തരത്തിൽ ആം ആദ്മി പാർട്ടി രൂപീകരിക്കുകയും കേവലം നിസ്സാര മാസങ്ങൾ കൊണ്ട് തന്നെ അവർ യഥാർത്ഥത്തിൽ ഇലക്ഷനിൽ മത്സരിക്കുകയും വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്തു ഡൽഹിയിൽ എന്നുള്ളത് നമുക്കറിയാം. ഏതാണ്ട് അതേ സമയം തന്നെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആ പാർട്ടി ക്ലച്ച് പിടിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കേരളത്തിൽ അവർ 2014 ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അനിത പ്രതാപ് അടക്കമാണ് എറണാകുളത്ത് മത്സരിച്ചത്. അവർക്ക് യഥാർത്ഥത്തിൽ മലയാളമൊന്നും പറയില്ല. അവർ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. അവർ വേലുപ്പിള്ള പ്രഭാകരനുമൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നതാണ്. പലതവണ വേലുപ്പിള്ള പ്രഭാകരൻ ഈ അനിത പ്രതാപിന് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിരുന്നതാണ്. പിന്നെ ജോയ് എന്ന് പറയുന്ന ഒരാൾ തിരുവനന്തപുരത്ത് മത്സരിച്ചു. ആ ലോക്സഭയിലേക്ക് പോലും അദ്ദേഹം 20,000-ലധികം വോട്ട് നേടി എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അനിത പ്രതാപ് 50,000-ലധികം വോട്ടുകൾ നേടിയിരുന്നു. അങ്ങനെ വലിയ വിജയം യഥാർത്ഥത്തിൽ ഒരു വളരെ ചെറിയ, വളരെ ഒരു തരത്തിലും പാർട്ടി സ്ട്രക്ചറൊന്നും ഇല്ലാത്ത ഒരു പാർട്ടിക്ക് പോലും കേരളത്തിൽ നിന്ന് പോലും വലിയ വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ വലിയ വിജയമായിരുന്നു. അതിനുശേഷം 2015 അവർ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ചേർത്തലയടക്കം നിരവധി സ്ഥലങ്ങളിൽ നിന്ന് അവർ ജയിച്ചു വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വലിയ തോതിലുള്ള അണികൾ, പ്രത്യേകിച്ചും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള അണികൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വലിയ മതിപ്പ് തോന്നുന്ന നിരവധി ആളുകൾ അവരോടൊപ്പം ചേരുകയും അവർക്ക് വളരാൻ കഴിയാവുന്ന എല്ലാ സാഹചര്യങ്ങളും കേരളത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പക്ഷെ എന്നിട്ടും ആം ആദ്മി പാർട്ടിക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആ വീഡിയോ ചർച്ച ചെയ്യാൻ വരുന്നതിനിടയ്ക്ക് ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കാരണം നമ്മുടെ ചാനലിൽ എൻ്റെ ഭാഗമായിട്ട് യൂട്യൂബ് നൽകുന്ന ഒരു ഓപ്ഷനാണ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ആ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 179 rupees മുതലുള്ള മുകളിലേക്കുള്ള തുകകളുണ്ട്. അതെങ്ങനെ ജോയിൻ ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് കുറേ പേർ എന്നെ വിളിക്കുകയും കുറേ പേർ താഴെ കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ടുള്ള പെർക്സോ സൗകര്യങ്ങളോ ഒന്നും, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും വാഗ്ദാനങ്ങളൊന്നും നിങ്ങൾക്ക് തരാനില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പലതവണയായി യൂട്യൂബ് അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഏറ്റവും ഒടുവിലാണ് അത് എടുത്തേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം, അതിൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ജോയിൻ എന്ന് പറയുന്നൊരു ബട്ടൺ കൂടിയുണ്ട്. അവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഓപ്ഷനുകളുണ്ട്. ആദ്യത്തേത് 179 ആണ്, പിന്നത്തേത് 359 ആണ്, 359 അപ്പോൾ അതിൽ നിങ്ങൾക്ക് കഴിയാവുന്ന ഓപ്ഷനുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, മെമ്പർഷിപ്പ് എടുക്കാം, ജോയിൻ ചെയ്യാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആകെ നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു ഓഫർ, നമുക്ക് വളരെ എളുപ്പത്തിൽ പല ബിസിനസ് ഹൗസുകളൊക്കെ നമ്മളെ സമീപിച്ചിട്ടുണ്ട് പരസ്യം നൽകാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും ചില രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്യമൊക്കെ എടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവർക്കൊക്കെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ ചിലപ്പോൾ നമ്മൾ അഭിപ്രായം പറയേണ്ടി വരും. അത്തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിഘാതമാകുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ മെമ്പറായിക്കോട്ടെ, അംഗമായിക്കോട്ടെ, ചിലപ്പോൾ അനുഭാവി ആയിക്കോട്ടെ, പക്ഷേ ചിലപ്പോൾ അവരെക്കുറിച്ച് വിമർശിക്കുന്നത് കൂടി കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ഇത് എടുത്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തില്ലെങ്കിലും യാതൊരുവിധ നിർബന്ധവുമില്ല എന്നുള്ളത് കൂടി പറഞ്ഞു നോക്കട്ടെ. നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എനിക്ക് വേണ്ടത് നിങ്ങൾ ഈ വീഡിയോകൾ മുഴുവനായും തന്നെ കാണുകയും താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിനി ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് ഇത്തരത്തിലായത് എന്നുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ നടക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം ഒരു പാർട്ടി സ്ട്രക്ചർ കൂടെ ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ്, പാർട്ടിക്ക് നേതാക്കന്മാരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഏതാനും ചില സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നിർത്തുകയും അവരിൽ പലർക്കും മലയാളം അറിയാതിരിക്കുകയും ചെയ്തിട്ട് പോലും എറണാകുളം പോലൊരു മണ്ഡലത്തിൽ നിന്ന്, ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പോലും 50,000 വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് നിന്ന് പോലും 20,000-ലധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. 2015
ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 3ഓളം സ്ഥാനാർത്ഥികൾ അവരുടെ വിജയിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവർ നിരവധി പരീക്ഷണങ്ങൾ നടത്തി എന്നുള്ളതാണ് വാസ്തവം. അതിൽ ഏറ്റവും ആദ്യം സാറാ ജോസഫിനെ പോലെയുള്ള വലിയ എഴുത്തുകാരിയെ കൊണ്ടുവന്ന് പാർട്ടിയുടെ തലപ്പത്തേക്ക് വെച്ചിരുന്നു. അത് എത്രത്തോളം അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ കാലം വിലയിരുത്തട്ടെ. അതിനുശേഷം നമുക്കറിയാം CR നീലകണ്ഠനെയൊക്കെ നിർത്തിയിരുന്നു. ആ സമയം മുതൽ തന്നെ വലിയ കൺഫ്യൂഷനായിരുന്നു പാർട്ടി നേതൃത്വത്തിനുണ്ടായിരുന്നത്. കാരണം ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ സപ്പോർട്ട് ചെയ്യേണ്ട എന്നൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. CR നീലകണ്ഠൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവർ കോൺഗ്രസ് ഏതാണ്ട് സ്ഥാനാർത്ഥികളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് ചില ജില്ലാ കമ്മിറ്റികളോട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് VP സാനു മലപ്പുറത്ത് മത്സരിക്കുന്നുണ്ട്. ആ VP സാനുവിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ മറ്റു ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് കാൻഡിഡേറ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആ കേന്ദ്ര നേതൃത്വം ഇടപെടുകയും അവർ ഫ്രീ ഹാൻഡഡ് ആയിട്ടുള്ള ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് മുഴുവൻ LDFന് കൊടുക്കാൻ തീരുമാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ അദ്ദേഹത്തെ CR നീലകണ്ഠൻ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. അദ്ദേഹം നമുക്കറിയാം ഈ പറയുന്ന പോലെ ഒരു പൊതുപ്രവർത്തകനാണ്, പരിസ്ഥിതികാര്യ പ്രവർത്തകനൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തെയും പുറത്താക്കി. പിന്നീടാണ് നമുക്കറിയുന്നത് PC സിറിയക് സാർ എന്ന് പറയുന്ന അദ്ദേഹം വരുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലെ IAS ഉദ്യോഗസ്ഥനായിരുന്നു. അവിടുത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് സെക്രട്ടറി വരെയൊക്കെ എത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വരികയും അദ്ദേഹം പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും ഒരു തണുത്തുറഞ്ഞ പ്രവർത്തനമാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളുകൾ പറയുന്നത് അദ്ദേഹം കുറേ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതും വലിയ തോതിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും സഹായിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ ആ സമയമൊക്കെ ആയപ്പോൾ തന്നെ നിരവധി ആളുകൾ, അതായത് വളരെ പ്രതീക്ഷയോടുകൂടി പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ, യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള അണികളെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. കാരണം അവരുടെ കയ്യിലെ പണം ചെലവഴിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്താം എന്നല്ലാതെ ഒരു രൂപ പോലും ഈ പാർട്ടിയിൽ നിന്ന് വേണമെന്നൊന്നും ആവശ്യപ്പെടാത്ത, എന്നാൽ നല്ല നോളജുള്ള, നല്ല ഈ പറയുന്ന പോലെ ക്രീം ഓഫ് ആളുകളെയാണ് കിട്ടിയത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ ചെന്ന് പറഞ്ഞാൽ കുറേ കൂടി ആളുകൾ കേൾക്കാനും അവർ കൺവിൻസ്ഡ് ആകാനും ഒക്കെ സാധ്യതയുള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉപയോഗപ്പെടുത്താതെ ആ സമയവും കഴിഞ്ഞു പോയി എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് കിറ്റക് സാബുവിൻ്റെ നേതൃത്വത്തിലുള്ള 2020 പാർട്ടി, ആ പാർട്ടിയും അതുപോലെ തന്നെ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുമായിട്ടൊരു അലയൻസ് ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ടൊരു വലിയ സമ്മേളനത്തിൽ അദ്ദേഹം വന്ന് പ്രസംഗിക്കുന്നതാണ്. ആ സമയത്ത് നമുക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് കിറ്റക് സാബു നേരെ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയിലേക്ക് ലയിക്കുമോ എന്ന് പറയുന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിന് തലപ്പത്തിരിക്കുന്നത് വിനോദ് വിൽസൺ മാത്യു എന്ന് പറയുന്ന യൂട്യൂബിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ കുറച്ചുകൂടി നന്നായി സംസാരിക്കാനൊക്കെ അറിയുന്ന ഒരാളാണ്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. പ്രവർത്തനം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കളുടെ യോഗം വിളിക്കുമ്പോൾ അതിലൊക്കെ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയും നിരവധി ആളുകൾ അവിടെ കൊണ്ടുവരികയും അവരെ ചില പരാതികൾ ഉന്നയിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പകരം ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം, അവരാരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്, ആർക്കാണ് അവർ വോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വലിയ ക്ലാരിറ്റി ഇല്ല. യഥാർത്ഥത്തിൽ വളരെ ആക്റ്റീവായി നിർത്താമായിരുന്ന, വലിയ തോതിലൊരു പൊളിറ്റിക്കൽ ഫോഴ്സായി വളരാമായിരുന്ന ഒരു സാധ്യതകളെ മുഴുവൻ തന്നെ തല്ലിക്കെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ആം ആദ്മി പാർട്ടി ചെയ്തത്. ഇത്തവണയും അവിടെ എവിടെയൊക്കെയോ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് പോലും അറിയില്ല. കാരണം 2026 എത്തുമ്പോഴേക്കും അവരേതാണ്ട് ചിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവുകയും അവരുടെ പിന്തുണ മറ്റാളുകൾ പോലും തേടാതിരിക്കുകയും ചെയ്യുന്ന ലെവലിലേക്ക് കൂടി ആം ആദ്മി പാർട്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇവിടെ ഏതാണ്ട് ഒരു LDFൻ്റെ ഒരു ബി ടീമായി അല്ലെങ്കിൽ CPMനെ പിന്തുണക്കുന്ന ഒരു ടീമായി മാത്രം നിന്നുകൊണ്ട് യാതൊരുവിധ സമര പരിപാടികൾ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുകയോ കൃത്യമായിട്ടുള്ള ഡേ ടു ഡേ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ഇടപെടുകയോ ഒന്നും ചെയ്യാത്ത, എന്നാൽ വളരെ നിർജ്ജീവമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ എല്ലാ ജില്ലാ കമ്മിറ്റികളും എല്ലാ മണ്ഡലം കമ്മിറ്റികളും ഒക്കെ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. ഒരു പാർട്ടി എങ്ങനെ തകരാം എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. കൃത്യമായിട്ടുള്ള ലീഡർഷിപ്പുകളില്ലെങ്കിൽ BJP യഥാർത്ഥത്തിൽ കേരളത്തിൽ നേടുന്നതും അത്തരത്തിലുള്ള ലീഡർഷിപ്പാണ്. പിന്നെ ഈ സമയമൊക്കെ ആയപ്പോഴേക്കും നമുക്കറിയാം ഡൽഹിയിൽ നിന്ന് അവർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. വളരെ പ്ലാൻഡായി BJP നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകളിലൂടെ ആദ്യം അരവിന്ദ് കെജ്രിവാളിനെ തന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും പിന്നീട് 10 കൊല്ലമൊക്കെ അധികാരത്തിലിരിക്കുമ്പോൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനത്തിന് പുതുമയില്ലാതാവുകയും ഇതൊക്കെ അവരുടെ ഒരു അവകാശമാണെന്നുള്ള കാര്യത്തിലെടുക്കുകയും അതിനോടുള്ള സ്നേഹം കുറയുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ BJP നടത്തിയിട്ടുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ആ
ആം ആദ്മി പാർട്ടി അവിടെ നിന്ന് തകർത്തെറിയാൻ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും പഞ്ചാബിൽ അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. കൂടാതെ ഗുജറാത്തിലൊക്കെ തന്നെ അവർ വളരാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ അതിനെല്ലാം തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ഇനി കേരളത്തിലും എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രസക്തി ഒന്നുമില്ലാത്ത, വളരെ തീരെ അപ്രസക്തമായ ഒരു പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ പഠിക്കേണ്ട ഒരു ചരിത്രമാണിത്. കാരണം ജനങ്ങൾ വളരെ ആവേശത്തോടുകൂടി അഭിമാനത്തോടു കൂടി കണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് കേരളത്തിലെങ്കിലും ഇപ്പോൾ ഏതാണ്ട് വളരെ അപ്രസക്തമായിട്ടുള്ള നാമാവശേഷമായിട്ടുള്ള ഒരു പാർട്ടിയായി തീർന്നത് എന്നുള്ളത് പഠിക്കേണ്ട, ചരിത്രമറിയേണ്ട ആളുകൾ പഠിക്കേണ്ട കാര്യമാണ്.